ശസ്ത്രക്രിയ അവയവ കൈമാറ്റം പണിമുടക്കിൽ കുടുങ്ങിപ്പോയി. KSRTC കൊറിയറിൽ എത്തിച്ച കണ്ണിന്റെ കോർണിയെ കൊണ്ടുപോകാനായില്ല. കൊറിയർ സർവീസ് സമരാനുകൂലികൾ അടപ്പിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നത്. അവയവം കൈപ്പറ്റാനാകാതെ പരിഭ്രാന്തിയിലായിരുന്നു ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം. TS ഹരികൃഷ്ണ ഈ ഗൗരവമുള്ള വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരം ചേരുന്നതാണ്. ഹരി, ശസ്ത്രക്രിയ അവയവം ഈ പണിമുടക്കിനെ തുടർന്ന് വൈകി. അത്യന്തം ഗൗരവതരമായൊരു സംഭവമാണ്. ഇതെങ്ങനെയാണ് ഇങ്ങനെയൊന്നുണ്ടായത്? ആദ്യം തന്നെ പറയട്ടെ, 1 മണിക്കൂർ ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു ഇന്ന് രാവിലെ. അതായത് ഇന്ന് രാവിലെ 8 മണിക്ക് ജനറൽ ആശുപത്രിയിലെ ജീവനക്കാരാണ് ഈ അവയവ കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് എത്തിയത്. KSRTCയിലെ കൊറിയർ സെൻറ്ററിലാണ് അവർ എത്തിയത്. പക്ഷെ ആ സമയത്ത് കൊറിയർ സെൻറ്ററിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. പണിമുടക്കായതിനാൽ അതിനുശേഷം കൊറിയർ സെൻറ്ററിലെ ആളുകൾ വന്നു. പക്ഷെ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പണിമുടക്കായതുകൊണ്ട് തന്നെ അവരെ സമരാനുകൂലികൾ കൊറിയർ സർവീസ് അടപ്പിച്ച് അവരെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം അവിടെ രൂപപ്പെട്ടു. അതായത് ഈ കൊണ്ടുവന്നത് കൊർണിയ എന്ന് പറയുന്നതാണ്. അതായത് ശനിയാഴ്ച നടക്കാൻ പോകുന്ന ശസ്ത്രക്രിയയ്ക്കുള്ള അവയവമാണ്. അപ്പോൾ കണ്ണിൻ്റെ ശസ്ത്രക്രിയയാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കൊറിയർ വഴി കൊണ്ടുവന്നു. അത് തിരുവനന്തപുരത്ത് KSRTC കൊറിയർ സെൻറ്ററിൽ എത്തുകയും ചെയ്തു. പക്ഷെ അവിടെ നിന്ന് രാവിലെ വന്ന് കൈപ്പറ്റാൻ വേണ്ടി ജനറൽ ആശുപത്രിയിലെ ജീവനക്കാർ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടത്. കുറച്ചു നേരം അവിടെ ഒരു ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു. കാരണം 10 മണിക്ക് മുമ്പേ അത് കൈപ്പറ്റി ആശുപത്രിയിലേക്ക് എത്തേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് വന്ന അധികൃതരും ആ ആംബുലൻസിലുള്ളവരും അവിടെ കുറേ നേരം ഫോണിൽ വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ സമയത്താണ് നമ്മൾ അവിടെ ചെന്ന് കാര്യം അന്വേഷിക്കുന്നത്. ആ സമയത്ത് അപ്പോൾ തന്നെ KSRTCയിലെ അവിടെ ഉണ്ടായിരുന്ന ചില ജീവനക്കാർ വന്ന് ഇടപെടുകയും ചെയ്തു. അവർ വന്ന് ഈ കൊറിയർ സർവീസിലുള്ള ആൾക്കാരെ ഫോണിലൂടെ ബന്ധപ്പെടാൻ പലതവണ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ മ്യൂസിയം പോലീസിൻ്റെ സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നു. ജനറൽ ആശുപത്രിയിലെ RMO ഉൾപ്പെടെ ഉള്ളവർ അവരെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മ്യൂസിയം സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ CI ഉൾപ്പെടെ ഉള്ളവർ അവിടെ വന്ന് ഈ കൊറിയർ സർവീസിലെ ആളുകളെ ഫോണിൽ ബന്ധപ്പെടുകയും അവർ മടങ്ങി വന്ന്, അതായത് വീട്ടിൽ പോയവർ മടങ്ങി വന്ന് ഈ കൊറിയർ സെൻറ്റർ തുറന്ന് സാധനമെടുത്ത് അവർക്ക് കൈമാറുകയുമാണ് ഉണ്ടായത്. അതായത് കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ അത് വലിയ ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്ക് മാറിപ്പോയേനെ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കൃത്യസമയത്ത് അവർ ഈ വിളിച്ച് ആളുകൾ എത്തിയത് കൊണ്ട് മാത്രം അവർക്ക് ആ പറഞ്ഞ സമയത്തിന് മുമ്പേ തന്നെ അവർക്ക് ആ സാധനവുമായി ആ കോർണിയവുമായി അവിടെ ആംബുലൻസിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അതായത് ശനിയാഴ്ചയാണ് ഈ ശസ്ത്രക്രിയ നടക്കാനിരുന്നത്. നേരത്തെ ഒരു 2 ആഴ്ച മുമ്പ് തന്നെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ ഇത് സംബന്ധിച്ചൊരു ശസ്ത്രക്രിയ വിജയകരമായി അവർ പൂർത്തിയാക്കിയിരുന്നു. ഒരു ജില്ലാ ആശുപത്രിയിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ വിജയകരമായി അന്ന് പൂർത്തിയാക്കിയത്. അതിന് തുടർച്ചയായിട്ടാണ് അങ്കമാലിയിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് കൊറിയർ വഴി തിരുവനന്തപുരത്തേക്ക് ഇത് എത്തുകയും ശനിയാഴ്ച ഈ ശസ്ത്രക്രിയ നടക്കാനിരിക്കുകയുമായിരുന്നു. ശരി, TS ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. ഇക്കാര്യത്തിൽ എന്താണ് വൈദ്യശാസ്ത്രപരമായ വിശദീകരണം കൂടി അനിവാര്യമായി വരുന്നുണ്ട്. ഡോക്ടർ സുൽഫി നമുക്ക് പോകുന്നുണ്ട്. ശ്രീ സുൽഫി, സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് പലവിധ ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് കണ്ടതാണ്. പണിമുടക്കിൻ്റെ ഭാഗമായി ഇപ്പോൾ സ്കൂളുകൾക്ക് മുന്നിൽ സംഘർഷം ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഈ ശസ്ത്രക്രിയ അവയവ കൈമാറ്റം ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട തടസ്സം പണിമുടക്കിൻ്റെ ഭാഗമായി ഉണ്ടായി എന്നതാണ് വാർത്ത. അങ്ങേക്ക് ഇതുമായി കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ഒരു പ്രക്രിയയ്ക്ക് ആവശ്യമായ കോർണിയ കൊറിയർ വഴി എത്തിക്കുന്നതിലും അത് തുറന്നു കിട്ടുന്നതിലും ചെറിയൊരു ഡിലേ ഉണ്ടായി എന്നുള്ളതാണ്. അത് തുറന്നില്ലായിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ടാണ് അത് തുറന്നിട്ട് അവയവം ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ശസ്ത്രക്രിയ തടസ്സമുണ്ടാവുകയോ അത് പോസ്റ്റ് ചെയ്ത അത് പ്ലാൻ ചെയ്തതുപോലെ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം സമരങ്ങള് പലപ്പോഴും ഈ ആശുപത്രി ചികിത്സ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും വൈകിക്കുകയും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലും മറ്റ് പല ബുദ്ധിമുട്ടുകളിലേക്കും പോകുന്നു എന്നുള്ളൊരു വസ്തുത പൊതുസമൂഹം പൊതുവെ ആലോചിക്കേണ്ടതാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഡോക്ടർ സുൽഫി നൂഹാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒപ്പം വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളാണ് TS ഹരികൃഷ്ണയും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ അവശ്യ സർവീസുകളെ ഒഴിവാക്കുന്നു എന്ന നിലയിലൊക്കെ എപ്പോഴും ഈ പണിമുടക്കിൻ്റെ ഭാഗമായി സൗജന്യം എന്ന നിലയിൽ ഈ പണിമുടക്ക് നടത്തുന്നവർ പ്രഖ്യാപനങ്ങളൊക്കെ നടത്താറുണ്ട്. പക്ഷേ അവശ്യ സർവീസ് എന്നതിനപ്പുറത്ത് ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ഇന്നതാ ഒരു ആശുപത്രിക്ക് മുന്നിലെ ബാങ്ക് പ്രവർത്തിക്കുന്നത് അടപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരം ശസ്ത്രക്രിയകൾ നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയാണോ ഈ അടിയന്തര സാഹചര്യങ്ങളിൽ ഇടപെടേണ്ടത്, എത്തിക്കേണ്ടത്? അങ്ങനെ ഒരു പോരായ്മ കൂടി തോന്നുന്നുണ്ടോ?
സാഹചര്യങ്ങളിൽ കോർണിയ പോലെയുള്ള അവയവങ്ങൾ ഈ രീതിയിൽ, അതായത് പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ എത്തിച്ചേരുകയാണെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാൻ കഴിയുമെന്നുള്ള അവയവങ്ങളെ ഈ കൊറിയർ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതി മുൻകാലങ്ങളിലും നിലവിലുണ്ട്. അതിൽ അപാകത ഉണ്ടായിട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി നമുക്കിത് ഇത് റിട്രീവ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ റിട്രീവ് അല്ല, അത് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് ഒരു ചെറിയ ഒരു ഡിലേ ഉണ്ടായിരുന്നതാണ്. പിന്നെയും ഒരു 2 hours ടൈം, അതായത് ഈ പോലീസ് ഇടപെട്ട് ആ ഒരു കോർണിയ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനുള്ള തടസ്സമുണ്ടായെങ്കിൽ പോലും പിന്നെയും അതിനുശേഷം ഒരു 2 hours, ഭാഗ്യവശാൽ ഒരു 2 hours കൂടെ ആ കോർണിയയ്ക്ക് നിലനിൽക്കാൻ കഴിയുമെന്നുള്ള ഒരു വസ്തുത നിലവിൽ നിന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭാഗ്യം കൊണ്ട് ഒരുപക്ഷെ നമുക്ക് ആ ഒരു അവയവം നഷ്ടപ്പെട്ടുന്ന സാഹചര്യം ഒഴിവായി എന്നുള്ളതാണ് വസ്തുത. നന്ദി ഡോക്ടർ സുൽഫി നൂഗ്. പ്രതികരിച്ച IMAയുടെ പ്രതിനിധി ഡോക്ടറാണ്. ഹരി, ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു വീഴ്ച ഉണ്ടായല്ലോ. വീഴ്ച എന്ന് പറയുമ്പോൾ അത് പണിമുടക്കിന്റെ ഭാഗമായി ഉണ്ടായ പ്രശ്നമാണ്. ഈ കോർഡിനേഷനുമായി ബന്ധപ്പെട്ട ആശുപത്രി മറ്റെന്തെല്ലാം കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഈ കൊറിയർ സ്ഥാപനം അടപ്പിച്ചവർ അവർക്കിതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ പോയതാണോ? ഈ കൊറിയർ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമാണ് എന്ന് അറിയാതെയും പോയിട്ടുണ്ടോ? അതിന് സാധ്യതയുണ്ട്. ഞാൻ ഈ കൊറിയർ ആളുകളുമായി സംസാരിക്കുമ്പോൾ, അവിടെ കൊറിയർ സർവീസുമായി ബന്ധപ്പെട്ട് അവിടെ വന്ന ആളുകളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷെ അവർ അല്ലാതെ ഒരു ബൈറ്റ് തരാൻ അവർ തയ്യാറായിരുന്നില്ല. പക്ഷെ അല്ലാതെ അവർ എന്നോട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇതിങ്ങനെ ഒരു അവയവമാണ് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമുണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കോർണിയ പാക്ക് ചെയ്ത് വന്ന ആ പാഴ്സലിൻ്റെ ലേബലിൽ എഴുതിയിട്ടുണ്ട് ഐ ബാങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കാതെ പോയത് ഒരു പക്ഷേ വീഴ്ചയായിരിക്കണം. ഡോക്ടർ സുൽഫി പറഞ്ഞതുപോലെ ഇതൊരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാം. കാരണം കുറച്ച് നേരം കൂടി വൈകിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും, ആ ഒരു ഓർഗൻ നഷ്ടപ്പെടുമായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ആയേനെ. പക്ഷേ ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയില്ല. കൃത്യമായി KSRTCയിൽ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും ഇടപെട്ടു, പോലീസുകാരും ഇടപെട്ടു. ആ വിളിച്ചറിയിച്ച് ഇത് ഇത്രയും ഗൗരവമായ വിഷയമാണെന്നറിഞ്ഞപ്പോൾ കൊറിയർ സർവീസിലുള്ളവരും എത്രയും പെട്ടെന്ന് അവിടെ എത്താനുള്ള ഒരു മര്യാദ കാണിച്ചു. അവർ വന്നു, ആ ഓർഗൻ, ആ പാഴ്സൽ ഡോക്ടർമാരെ ഏൽപ്പിച്ചു. ആ ജനറൽ ആശുപത്രിയിൽ നിന്ന് വന്ന ആ ജീവനക്കാരെ ഏൽപ്പിച്ചു. അവർ ആംബുലൻസിൽ അത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് നടന്ന ഒരു നല്ലൊരു ഇടപെടലിൻ്റെ ഭാഗമായി നടന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ സമര അനുകൂലികളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു അറിയാതെ ആണെങ്കിൽ കൂടിയും, ഇത് ഓർഗൻ എന്ന് അറിയാതെ ആണെങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ ആരെയൊക്കെ ബാധിക്കുന്നു എന്നുള്ള കാര്യം വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അത് വളരെ പ്രധാനമാണ്. മനുഷ്യന്റെ ജീവന്റെ വിലയുണ്ട് ഇത്തരം സമരങ്ങൾക്ക് എന്നത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. മനുഷ്യന് സമയം മാത്രമല്ല, ചിലപ്പോൾ അത്യാവശ്യ സാഹചര്യങ്ങൾ, അത്യാവശ്യ കാര്യങ്ങൾ അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥ പോലും ഉണ്ടാവുകയാണ്. പണിമുടക്കിൽ ശസ്ത്രക്രിയ അവയവം കൈമാറ്റം പണിമുടക്കിൽ കുടുങ്ങിപ്പോയത് എന്നത് ഗൗരവതരമായ വിഷയമാണ്. KSRTC കൊറിയറിൽ എത്തിച്ച ഓർഗൻ സമയത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ജീവനക്കാരെ വിളിച്ചു വരുത്തിയാണ് ഈ കൊറിയർ സർവീസിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. TS ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.